ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. ഇതുപോലെ കുറച്ച് ഫ്രീ ഉള്ളൊരു ഡേ കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്ക് മഴയായി ഫുള്ള് മൂടും പോയി. അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കുറേ നേരം പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ വിചാരിച്ച് നമുക്ക് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും കാണുന്നത് ഇങ്ങനെ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ റെക്കമെൻഡേഷൻ വന്ന് നടക്കുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് മലയാളീസിൻ്റെ എന്തെങ്കിലും ഇങ്ങനെ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ സംസാരിച്ചുകൊണ്ടുള്ളത് കാണാമെന്ന്. അങ്ങനെ ഞാൻ അശ്വതി വിശാൽ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ചാനൽ കുറച്ച് കണ്ടു. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കാര്യമായിരുന്നു നമ്മുടെ ഡയറിയിൽ നമുക്ക് കിട്ടുന്ന ഓരോ കോട്ട്സൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുന്നത്. നമുക്കറിയാവുന്ന മാത്രമല്ല നമുക്കിങ്ങനെ മോട്ടിവേഷൻ തരുന്ന കുറേ വേർഡ്സ് കാണില്ലേ, അതുപോലത്തേക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള വേർഡ്സാണ് ബിലീവ്, അച്ചീവ്, ഹോപ്പ്, അങ്ങനത്തെ വേർഡ്സൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ കുറേ മുടങ്ങിയിരുന്നതുകൊണ്ട് ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയിട്ട് കൂട്ടുകയാണ്. അങ്ങനെ ഞാൻ ഇന്ന് അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മാത്സ് ആണ്. നമ്മൾ ഹോം സ്റ്റഡി ആയതുകൊണ്ട് നമുക്ക് കുറേ ഡൗട്ട്സൊക്കെ മാത്സിൻ്റെ കാര്യത്തിൽ വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ മലയാളം വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അതിരുന്ന് നോക്കുകയാണ്. ഞാൻ എടുത്തത് ജിസ് വേൾഡ് അങ്ങനെന്തോ ജിസ് സംതിങ് അങ്ങനെ എന്തോ ഒരു ചാനലായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെങ്കിലും ബികോം അറിയാമല്ലോ, കുറേ വാസ്റ്റായിട്ട് കൊടുത്തിരിക്കും. പക്ഷേ അതിനെ ഷോർട്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് ചേച്ചി ഇങ്ങനെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ നോക്കി പഠിക്കുകയാണ്. പിന്നെ മഴയായതുകൊണ്ട് പിന്നെ ഒരു മൂഡും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്തേ പറ്റൂ ഇതൊക്കെ. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് മാത്സ് കുറച്ച് ടഫും കൂടെ ആയതുകൊണ്ട് ഞാൻ പഠിക്കുന്ന ആ ചാപ്റ്റർ എടുത്തിട്ട് ആ ഇക്വേഷൻസ് ഒക്കെ സൈഡിൽ ഓൾറെഡി ടെക്സ്റ്റിലുണ്ടെങ്കിൽ പോലും സൈഡിലും കൂടെ എഴുതി അങ്ങ് പോകണം. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാനും പറ്റുമല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ടഫ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതുപോലെ നിങ്ങളത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐഡിയാസും സ്ട്രാറ്റജീസൊക്കെ നിങ്ങൾക്ക് എഫക്റ്റീവായത് നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി പഠിക്കാനേ വേണമല്ലോ. പക്ഷെ ഞാൻ കൂടുതലും ഇങ്ങനെ മനസ്സിലാക്കി എളുപ്പവഴി കണ്ടുപിടിച്ച് വെക്കും. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് ഞാനിപ്പോൾ മാറ്റിക്കൊണ്ട് വരികയാണ്. ഞാൻ നേരെ എൻ്റെ പ്ലാൻ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിക്കുകയാണ്, അതുകൊണ്ട് പിന്നെ ഇതെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു പ്ലാന്റ്, ഇപ്പോൾ കാണുന്ന ഈ പ്ലാന്റ് ഇത് വളരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എടുത്ത് ഒരാഴ്ച മുമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെള്ളത്തിൽ കിളിക്കും, കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു രീതികൾ എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് വേറൊരു ബൗളിലൊക്കെ ആക്കി വെക്കുകയാണ്. കാരണം ഈ പ്ലാന്റ് കുറച്ച് വലിയ ലീഫായി കഴിഞ്ഞാൽ ബോറുമാണ്, എന്നാൽ കുഞ്ഞ് ലീഫാകുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ കുറച്ച് റൂട്ട്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇപ്പോൾ ഇട്ട് വെക്കുന്നത്. ഇപ്പം ഞാൻ പണ്ടത്തെ പോലെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ള ബോട്ടിൽസിൻ്റെ കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് റൂട്ട്സ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വലിയ ഇലയാകുമ്പോൾ എത്ര ഭംഗി വരത്തില്ല, കുഞ്ഞു കുഞ്ഞു ഇലയ്ക്കാണ് നല്ല ഭംഗിയായിട്ടുള്ളത്. പിന്നെ അധികം വന്നത് ഞാൻ കൊണ്ടുപോയി തിരിച്ചതുപോലെ കൊണ്ട് നട്ട് വെച്ച്. ഇപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തൊക്കെ കുറേ നേരം നിന്ന്, കാരണം നമ്മൾ ഫ്രീ ആയിട്ടൊരു ഡേ ഇരിക്കുമ്പം അന്ന് മഴയും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചൂടായിരിക്കും അല്ലെങ്കിൽ മഴയായിരിക്കും, ഫുള്ള് ബോറാവും. കുറേ നേരം പുറത്തൊക്കെ ഇന്ന് ചെടിയിൽ പിടിച്ച് അവിടെ എവിടെയൊക്കെ നിൽക്കുകയാണ്. കാരണം ഇതുവരെ കാണാത്ത ചെടികൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ വന്നിട്ട് ലഞ്ച് കഴിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ട് മുതൽ നല്ല പ്രൊഡക്റ്റീവ് ആവാം, എല്ലാം പ്ലാൻ ചെയ്യാം. അപ്പോഴത്തേക്ക് കറണ്ടും പോയി. അപ്പോൾ നമ്മുടെ ആ ശ്രമവും പാഴായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം ചുമ്മാ ഇരുന്ന് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിനുശേഷം വൈകിട്ട് അനിയത്തി താരി വരാൻ സമയമായിട്ടുണ്ട്. അപ്പം അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിന്ന് ചപ്പാത്തി ഒരു റോള് പോലെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് വെജിറ്റബിൾ റോളാണ്, പക്ഷേ ഞാൻ എഗ്ഗ് റോൾ പോലാണ് പ്ലാൻ ചെയ്തത്, എഗ്ഗിൻ്റെ സ്റ്റഫൊക്കെ വെച്ചിട്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഡേ അങ്ങോട്ട് ഇതായിപ്പോയി, പൊട്ടിച്ച മുട്ട തന്നെ പനലായിപ്പോയി. എന്നുവെച്ചാൽ അത് ചീത്ത മുട്ടയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മുടെ ശ്രമവും പാഴായിപ്പോയി. പിന്നെ ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിലും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത മുളക് പൊടി മാറിപ്പോയി ഫില്ലിങ്ങിൽ ചേർത്തത്. കൂടുതൽ എരിവുള്ള മുളകാണ് ഞാൻ എടുത്തത്, ടിന്ന് മാറിപ്പോയതാണ്, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണത്. അപ്പോൾ എനിക്കത് വലിയ ഏരിയയായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു, കാരണം എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അവൾക്കത് ഭയങ്കര ഏരിയയായിട്ട് ഉണ്ടായിരുന്നു, അവൾക്കും അമ്മയ്ക്കൊക്കെ. കാരണം എനിക്ക് വലിയ ബാക്കി എല്ലാവർക്കും ഇത് ഏരിയായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡിനെ നമ്മളോട് കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇന്ന് ഫുൾ അബദ്ധത്തിലാണ് കലാശിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. താങ്ക്